ഇവിടെ സ്റ്റേജ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പൊലം സ്റ്റേജ് ഒരു 10 ആള് കയറിന്നാലും ഒന്നും സംഭവിക്കില്ല. എത്രത്തോളം താഴ്ന്നുള്ളതാണ്. അതായത് ഇതാണ് പടവ്. തൂക്ക് നാളെ കത്തിക്കട്ടാ. നാളെ ആളുണ്ടാവല്ലോ. നാളെ നമുക്ക് അവിടെ തെങ്ങാക്കണം. എടാ കപ്പിക്ക് നാളെ കെട്ടാ. അവിടെ ഒരു ചാക്കിട്ടെടുത്താൽ മതി. കയറ് കെട്ടുന്നതിന് മുമ്പ് ആ കപ്പിമ്മ കൂടെ എന്ത് ചെയ്യുന്ന അറിയോ, സാധനം കൊളത്തിയിട്ട് വേണം ഇവിടെ റെഡിയാക്കാൻ. എന്നിട്ട് വല്ല ആര് തൂക്കാക്കിയിട്ട് കപ്പിക്ക് ഇങ്ങനെ അടക്കിയാൽ മതി. ഇതാ വണ്ടി. ഇത് എല്ലാം മൈക്കച്ച് പറയലല്ലോ. ഞങ്ങൾക്ക് അതിന്റെ യുക്തിപരമായിട്ടുള്ള ഐഡിയ ഉണ്ട്. അങ്ങനെ അറക്കാൻ കഴിയൂല. കാരണം എന്താ പറയുക, അവിടെ കപ്പി ഇടുന്നതാണ്. അല്ലെ വലിയ എക്സ്ട്രാ കപ്പി കെട്ടേണ്ടി വരും. അവിടെ കൈ കൊടുക്കും ഉറപ്പാ. അങ്ങനെ ലഫി കിട്ടുമോ? അങ്ങനെ ലഫിയാവും ഇത് കളിക്കേണ്ടി വരും. ഒരു മുഴുവൻ കൂടെ നേരത്തോളാം. ആ വിട്ട 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 ആര്യ 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 പിടിച്ചോളി. ഞങ്ങളെ സഹായിക്കാൻ ഞാൻ നിക്കണല്ലോ. അതല്ലേ കണ്ടോ സാറാ തുറന്നാണ്. ഇതെന്താ ചെയ്യാന്നറിയോ? കേട്ടോളൂ. തരാ എടുത്തോ. നമ്മള് കുതിരപ്പണി തരികട പണി എടുക്കൂല. നല്ല വൃത്തിയുള്ള പണി എടുത്തേ അതല്ലേ കാരണല്ലേ ഇപ്പൊ പടവിടെ വെച്ചേ ഈ റൗണ്ടില്ലേ, ഇത് കറക്റ്റ് 2 ഇഞ്ച് പടവുണ്ടാവും. ഇവിടെ 2 ഇഞ്ച് പടവുണ്ടാവും. ഈ തുഞ്ചം മുട്ടും. ഇവിടെ പരക്കല്ലിന് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മളെന്താ മെഷീൻ വെച്ചുകൊണ്ട് കല്ലിങ്ങനെ അര മുറിച്ചാല് അര പക്ക കിട്ടും. കാരണം ഈ കല്ല് മൊത്തം നല്ല ഉറപ്പ് ടെമ്പർ കല്ലാണ്, വേസ്റ്റ് ആക്കണ്ട. അപ്പൊ ഇതിപ്പോ എന്താണ്, ഇവിടെ അരക്കല്ല് വെച്ചാൽ ടൈറ്റ് ആക്കിയാൽ ഇവിടെ നിർത്തി. അതേപോലെ എന്ത് ഇതിപ്പോ മുറിക്കുമുറിയുണ്ടോ നമ്മുടെ കല്ലിന്റെ ജോയിന്റ്. അപ്പൊ ഹാഫ് വെച്ച് അതേപോലെ എല്ലാം ഇവിടെ ടൈറ്റ് ആക്കും, ഇവിടെ ടൈറ്റ് ആക്കും, അവിടെയും വെക്കും. 4 ഭാഗത്ത് വെച്ചിട്ട് ബാക്കിയുള്ളൊക്കെ തുറക്കുള്ളൂ. ഇത് തുറന്നാ കിട്ടും. പക്ഷെ ഇത് വേറെ കുഴപ്പമുണ്ട്. ഇവർ ഈ വെച്ച വസ്തുത കല്ലുണ്ടല്ലോ, ഇത് പാക്കല്ല. നമ്മൾ അവിടെ നോക്കിയോ പാക്കാന്ന് വിചാരിച്ചിനി. ഇത് പാക്കല്ല. ഇത് ഇതേപോലെ തന്നെ എടുക്കാണ്. 2 നീട് ചാടിയില്ലേ വേക്ക് കാറിഞ്ചുള്ളൂ. അതായത് വളർച്ചകളുണ്ട്. നമ്മളെ ചുമര കെട്ടുന്ന മാതിരി കെട്ടിയിട്ടാണ്. ഇത്ര ഉള്ളതാ ഇതിന്റെ. ഇത്ര ഉള്ളൂ. 8 ഇഞ്ച് ഇവിടെ 8 ഇഞ്ച് അതേ ഉള്ളൂ. ഉള്ളുകല്ല കയറിയില്ല. ശരിക്കില്ല. കണക്ക് പ്രകാരം നമുക്ക് പെട്ടെന്ന് പണിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ, ഇതേപോലെ തന്നെ ഇത് വളയ്ക്കേണ്ട ആവശ്യമില്ല. ടെക്നിക്ക് നമ്മളെടുത്ത് വേറുണ്ട്. ഇവിടെ ഈ മറിക്ക് തുറന്നാത്തന്നെ കല്ല് കയറ്റി കഴിയും. ശരി മാണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തുറന്നുകാണ്ട് സെറ്റ് ആക്കിയാണെങ്കിൽ ഭീമിന്റെ പവർ ഇട്ടത്. അപ്പൊ ഇനി വേറിട്ടുണ്ട്. ഒരു കല്ല് കൂടെ വെച്ചില്ലേ, ഈ ഒരു കല്ല് വെച്ചതിന് ശേഷം എന്താ 1 ഇഞ്ച് ഗ്യാപ്പ് എക്സ്ട്രാ നമ്മൾ വേറെ വെക്കുന്നുണ്ട്. ആ എന്തിനാണെന്നറിയോ, അങ്ങോട്ട് ഇതിന്റെ കൈ ഉള്ളിൽ പോകും. ആ എക്സ്ട്രയ്ക്ക് നമ്മൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് പുതിയ പണിയില്ലല്ലോ. നമ്മൾ ചുമര ഓട്ടാക്കി കയറ്റി വെക്കല്ലേ ഇടത്. അപ്പം ഈ ഓട്ടയിൽ ഇവിടെ ഇപ്പൊ ചെറിയ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാക്കിയാണെങ്കിൽ അതിക്ക് വെള്ളം ഇറങ്ങും. നമ്മൾ സിമെന്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഈ ഗ്യാപ്പ് നിറക്കി സിമെന്റ് അച്ഛൻ പാക്കുന്ന സിമെന്റ് അതി അത് നിറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ഇനി ഈ അളവിൽ എങ്ങനെ കൊണ്ടുപോകും. അപ്പൊ സംഭവം സെറ്റ് ആവും. ഇത് ലെവലെ കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ 1.5 കല്ല പോണേ. ഈ കല്ല് വെച്ചിട്ട് ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ഇത്ര ഒരു ഇത് ഗ്യാപ്പ് കൊടുത്തത്. ആ ഗ്യാപ്പ് എന്തിനാന്നറിയോ, എന്തിനാണ് നമുക്ക് മറ്റേ ടൈറ്റ് ആക്കിയാണെങ്കിൽ അവിടെ ചെറിയൊരു എയർ ഉണ്ടാവും. അപ്പൊ ഈ ഗ്യാപ്പ് ഇട്ടുകയാണെങ്കിൽ നമ്മൾ ഈ മാറി സെറ്റാക്കിയ ശേഷം കുമ്മായം ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് തിറ്റി നിറയ്ക്കുമ്പോൾ അതിന് എയർ ഉണ്ടാവില്ല. സംഭവം സെറ്റാവും. ആ ലെവലിൽ ഇവിടെ 1.5 കല്ല് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഈ 1.5 കല്ല് എന്ന് പറഞ്ഞാൽ ഇത് ടമ്പർ കല്ലായ സ്ഥിതിക്ക് നമ്മൾ മയോണ്ട് കുത്തി പൊടിക്കാൻ നോക്കിക്കുകയാണെങ്കിൽ ഒരിക്കലും കഴിയില്ല. അത് നമ്മളെ മെഷീൻ ഉണ്ടല്ലോ, മെഷീൻ കൊണ്ട് രാവിലെ എന്നിട്ട് 10 കല്ല് എന്താക്കും ഈ ഏരിയക്കുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ. എല്ലാം സെറ്റപ്പ് ആക്കും. അപ്പൊ കല്ല് വേസ്റ്റ് ആവില്ല. പണിക്ക് നല്ല സേഫ്റ്റി ഉണ്ടാവും, വൃത്തി ഉണ്ടാവും. അതല്ലേ ഏറ്റവും നല്ലത്. ഇവിടെ എന്ത് ചെയ്യുന്ന ഇവിടെ പോട്ട കുത്തി ആദ്യം ടൈറ്റ് ആക്കും, പിന്നെ ഇവിടെ വർക്ക്, പിന്നെ നമ്മൾ അവിടെ തുറക്കും ടൈറ്റ് ആക്കും, പിന്നെ അവിടെ നോക്കും, ഇവിടെ നോക്കും. അങ്ങനെ 4 ഭാഗത്ത് സെറ്റ് ആക്കിയിട്ട് മാത്രം എന്തേ ഉള്ളൂ ബാക്കി തുറക്കൽ തുടങ്ങുള്ളൂ. ഒരാൾ തുറക്കല്, 2 ആൾ തുറക്കല്, ഒരാൾ മണ്ണ് കയറ്റല്. ആ ലെവല് നാളെ വൈകുന്നേരം തീരാൻ മാത്രമേ ഉള്ളൂ. ഇത് കെട്ടി മൊത്തം സെറ്റായിട്ട് മാത്രം എന്തേ ഉള്ളൂ എനിക്ക് പുല്ല് മൊത്തം പറിച്ച് വരുത് ഉഷാറാക്കി തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ കെട്ടി ഇടണം എന്ന് പറഞ്ഞില്ലേ, അത് കെട്ടി തരണം കേട്ടോ. നാളെ വൈകുന്നേരം ആകുമ്പോൾ അതിനുള്ള പണി ഉണ്ടാവുള്ളൂ. കാരണം എന്താ പറയുക, നമ്മളിഞ്ഞി ഈ കിണറ്റിക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് ഈ മണ്ണിന്റെ പവറൊക്കെ മനസ്സിലാക്കിയത്.
ഇനിയിപ്പോ നമുക്ക് ആണിപ്പാരല്ലാതെ ഇവിടേക്ക് വേറെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്നുള്ളത് നമ്മൾ നാളെ കൊണ്ടുവരും. അപ്പൊ രാവിലെ വരും. ഇനിയിപ്പോ എങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നോക്കിയാണ് 3 ബക്കറ്റ് മണ്ണ് തള്ളിയിട്ട് നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ പണി ലാഭത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വെച്ചാൽ മതി. എന്താ അറിയോ, എന്തിനേന്റെ ആവശ്യം? നിങ്ങൾക്ക് വൃത്തി പോരെ, സേഫ്റ്റി പോരണ്ടേ? ഒരു കല്ല് മൊത്തം പോയി, ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല. അതാ ഇതേമാതിരി മൊത്തം കയറും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന മാക്സിമം കല്ല് വെച്ച ശേഷം ഇവിടെ കൊണ്ടുവന്ന കല്ല് തയ്യായി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് കല്ല് പാക്ക വെക്കുള്ളൂ. കല്ല് തയ്യായി വരുമ്പോൾ നമുക്ക് ഓളോ ബ്രിക്സ് എന്തെങ്കിലും കയറ്റിച്ചാൽ മതി. അതിന്റെ മോൾ ഭാഗത്തല്ല, ഇവിടെ വെള്ളത്തിൽ നോ പ്രോബ്ലം. അപ്പൊ ഈ ലെവലിൽ എന്ത് ചെയ്യാം, സെറ്റ് ആക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ പറയാ, എമ്പണ്ണല്ലേ? കാരണല്ലേ ഇനി ആണിപ്പാൻ ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവിടെ കല്ലേക്കുക. ഇവിടെ രണ്ട് കല ഇവിടെ നല്ല ലൂസ് മണ്ണാ. ഇവിടെ പെട്ടെന്ന് അതെ. ഇതെന്താ സംഭവം എന്നറിയോ, ഇനി പറഞ്ഞുതരാം. ഈ കല്ലിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുണ്ടല്ലോ, ഈ കിണറിന്റെ മരയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതൊക്കെ ഭൂമി തുറന്നു പോയിക്കാണ്. പക്ഷെ ഓരെന്താക്കി, ഈ ഏരിയയിൽ പാറില്ലാത്തോണ്ട് ഏകദേശം ഇങ്ങനെ മുകളിൽ താത്തി കൊണ്ടുവന്നപ്പം ഒരു ഉറപ്പ്, ഏകദേശം ഓരോ മനസ്സിൽ ഒരു ഉറപ്പ് എന്നുള്ള ലെവലിൽ കണ്ടെത്തിക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്യും, കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ആക്കി ഉണ്ടാവും. ഒരു ചെക നമ്മളിപ്പോൾ ചെയ്ത മാതിരി ഒരു സ്റ്റെപ്പ് ആക്കിയിട്ടാണ് ഈ കെട്ട് അങ്ങോട്ട് പോയിക്കേണ്ടത്. അപ്പൊ ഈ ഭൂമിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ ഈ കെട്ടിന്റെ ഏരിയ കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ വന്നുകാണ്ട് എന്താക്കുന്ന അറിയോ, ഈ ബാക്കിൽ ഇങ്ങനെ നിറഞ്ഞു, മനസ്സിലായ? നിറഞ്ഞു വെക്കുമ്പോഴേ അവിടെ വെള്ളം ലോഡാവുമ്പോഴാണ് ഈ മണ്ണ് പൊടിഞ്ഞിട്ട് കിട്ടുന്നത്. ബാക്കിൽ വെള്ളം ലോഡാവും, മനസ്സിലായില്ലെങ്കിൽ. നേരെ മറിച്ച് വേറെ ഇട്ടുണ്ട്, ഈ കെട്ട് ഇവിടെ ഇല്ല, കെട്ടില്ല. മോളിനെ മണ്ണാണെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ, ഇത് അങ്ങനെ വീഴൂല, വേറെ ടൈപ്പിലാണ് ഉണ്ടാവുക. ഇതിപ്പോ നമ്മളെന്താക്കി, ഒരു പണിക്കാർ ഏകദേശം നല്ലൊരു ഉറപ്പുള്ള മണ്ണ് കണ്ടെത്തിയത് എവിടെയാണ്, ഇവിടെ അല്ലേ. അപ്പൊ ഓര് ഇവിടുന്ന് അങ്ങോട്ട് കെട്ടി. ഇവിടുന്ന് കെട്ടിയ സമയത്ത് എന്താക്കി, വെള്ളം ഇവിടെ ഇറങ്ങിയപ്പോൾ ആ വെള്ളം മൊത്തം ബാക്കിൽ വന്നുകാണ്ട് ഇവിടെ ഈ തുഞ്ചുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ലോഡായി നിൽക്കും. അപ്പൊ ഈ ബാക്കത്തെ മണ്ണ് എന്താക്കും, അങ്ങനെ ഒന്നാണ്. ടെൻഷനൊന്നുമില്ല, ഇപ്പൊ നമ്മൾ തെറ്റാ. പിന്നെ എന്താ പറയാ, നമുക്ക് ഒരുപാട് കല്ല് മുറി വരുന്നുണ്ട്. കല്ല് മുറി വരുന്ന സ്ഥിതിക്ക് നമ്മൾ കൈയോട്ട് കൊത്തിയാൽ കിട്ടൂല. ഇതിപ്പോ ഇവിടെ രണ്ടാക്കാരം എന്ത് ചെയ്യും, രണ്ടാക്കാരെ കൊത്തിക്കൊണ്ട് ഒരു ഈ ഒരു ഏരിയ തുറക്കാൻ തന്നെ പറ്റും. എന്താ അതിന് ഒപ്പോടുണ്ട്. ഇപ്പൊ കല്ല് പഠിക്കലൊരു പണിയല്ല, അത് മിനിറ്റോട് കഴിയും, മനസ്സിലായി? ഒരു പല കണ്ടിച്ചാണ്ട് ഇങ്ങനെ മുട്ടിച്ചാണ്ട് ഒക്കെ ചെയ്യാം. നമുക്കിപ്പോ ഈ ഇറക്കില്ല കല്ല്, അതേമാതിരി ഇറക്കിയാൽ ശരി. അങ്ങനെ ഇറക്കണ്ട, നമ്മൾ നാളെ കപ്പി തെറ്റ് ചെയ്യും. അതൊക്കെ അത് ഇന്ന് ഇവരൊക്കെ പുതിയ ആൾക്കാരെ മുകളിൽ വരുന്നത്. അപ്പൊ എന്താ ഓർക്ക് നാക്കില്ലാത്തോണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ വൈകുന്നേരം പണിയിരുന്ന നിങ്ങൾക്ക് സാധനം ഇവിടെ അടച്ചാൽ പോലെ നമ്മളെ പരിപാടി മാത്രമല്ല നമ്മൾ സേഫ്റ്റി ആണ്. അത് സേഫ്റ്റി ഉണ്ടോ, നിങ്ങൾ വിഷയക്കണ്ട. അപ്പൊ ഫുള്ള് തെറ്റായി. അപ്പൊ എന്താ വണ്ടിച്ച് കാരണം നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ ഇവിടെ മാത്രമേ ലോഡാക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതെ, ഇവിടെ ഇപ്പൊ ലോഡാക്കിയാൽ മതി. ഇതിലേ ലോഡാക്കേണ്ട ഏരിയ ഇവിടെ മാത്രം മതി. എന്തുകൊണ്ടാണെന്നറിയോ, അവിടെ കൂടുതൽ ഇടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളടത്തൊന്നും കുഴപ്പമില്ലല്ലോ, ഇവിടെ ചെറിയ കുഴപ്പമില്ലുള്ളൂ. നിൽക്കുന്നുണ്ടല്ലോ, നിൽക്കുന്നുണ്ടല്ലോ, അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഗഡ് മതി. ഞങ്ങൾ അങ്ങനെ വെച്ചാല് നമുക്കൊരു പണിക്കൊരു സ്റ്റൈൽ വേണമല്ലോ. പണി കഴിഞ്ഞാല് ഇപ്പത്തെ അവസ്ഥയിൽ അവിടെ നിന്ന് നോക്കുമ്പോഴേ ഇതാ, അതായത് ഇവിടെ ഇതിപ്പോ നമ്മൾ വെക്കണ കല്ല് മൊത്തം മണ്ണിമ തന്നെയാണ്. നമ്മൾ കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ പാറ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ മണ്ണും ഇവിടെ തുറക്കാമായിരുന്നു. പക്ഷെ ഇവിടെ കുറെ തുറന്നിട്ട് കാര്യമില്ല. ഇനി ഓടെ കല്ല് വെക്കുന്നത് മണ്ണിന്റെ മുകളിലാണ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് നോക്കണം. എങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ അവിടെ നോക്കുമ്പോഴേ ഈ ഷേപ്പ് കൊണ്ട് ഇങ്ങനെ വരുന്നേ. അപ്പൊ എന്താക്കുന്ന അറിയോ, ഒരു കല്ലും കൂടെ വെക്കും. ആ കല്ല് വെച്ചിട്ട് ഇത് കറക്റ്റ് ഇടായി. ഓക്കെ, പിന്നെ ഇവിടെ ചുമര് പുതിയ കയറി ചെയ്യാം. അതേപോലെ തന്നെ ഈ ഏരിയ നോക്കുമ്പോൾ ഇവിടെ വരെ ഉണ്ടോ, കണ്ടില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, ഇതുവരെ ഫുള്ള് ലോഡായിട്ട് 4 കല്ല്. 4 വരെ ആകുമ്പോ എന്റെ അഭിപ്രായത്തിൽ തെറ്റാണ്. പക്ഷെ അതാണ് വൃത്തി. പക്ഷെ പണി കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ചെയ്തിട്ടാണെങ്കിൽ കാണാൻ നല്ല നേക്കുണ്ടാവും. അത് ഓരോ പണിക്ക് എന്താ അറിയോ നമ്മൾ നോക്കണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടി. ഇതിപ്പോ ഇവിടെ ആർപ്പായി നൂറാഞ്ഞാ മതി. അപ്പൊ എന്താ ലാഭം എന്നറിയോ, ഇവിടെ ഇപ്പൊ അൺഷേപ്പ് ഇരിക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ ഈ പടവിന്റെ മറിക്കാൻ എല്ലാം വരും. അതിങ്ങനെ ചെത്തിപ്പൊളിച്ച് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക ചെയ്യുക. ടൈമിൽ അതേപോലെ ഫുള്ള് സെറ്റാക്കും. ഏതായാലും ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ഫുൾക്കല്ല് വരുന്ന വരെ എന്തുണ്ടാവുള്ളൂ അറിയോ, ബാക്കി അവിടെ മുറിച്ച് ചെയ്യാം. അവിടെ മുഖ്യം എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ എന്തായാലും മൊത്തത്തിൽ കട്ട് ചെയ്ത് ഏത് അങ്ങനെ എടുക്കൂല. അങ്ങനെ അവിടെ തുറന്ന നേരത്തെ കുടുങ്ങിയത്. അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ ഇപ്പൊ ഏതായാലും ഇവിടെ പോലെ നമുക്ക് ഒരു കരികല്ലിന്റെ പീസ് വെച്ചാൽ പ്ലേറ്റ് ആക്കും. ഇവിടുന്ന് ഇതുവരെ ഇപ്പൊ തുറക്കും. ഇത്രയും കല്ലിപ്പ് വെക്കും. ഈ ഒരു ഏരിയ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു പീസ് മാത്രം വെക്കാണ്ടാവുള്ളൂ. ഇത് സിമെന്റ് ഒക്കെ നാളെ എന്ത് ചെയ്യും, ലൈറ്റ് ആക്കിട്ടോ. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ നാളെ അപ്പൊ ഇതിപ്പോ ഒന്ന് അവിടെ തൊട്ട് കണ്ടതാ, ഈ മൂല ഇട്ട് കണ്ട് ഈ മൂല വരെ ഇപ്പൊ നമ്മൾ കല്ലെക്കും.
ഓക്കെ. ഒരു കല്ലിന്റെ ഇഷ്ടിക പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ വേണം കൊണ്ടിട്ട് ഇവിടെ ഇട്ടേക്ക് കേട്ടോ.